പെരുമ്പാവൂരിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട പ്രിയപ്പെട്ട സഹോദരി ജിഷ. നിസ്സഹായതയുടെ നിശബ്ദ തായ്വരയിലേക്ക് ഒരു പെൺവിലാപം കൂടി മാഞ്ഞുപോയി. ഒറ്റമുറി വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ അവൾ കണ്ണീരും രക്തവുമായി. ജീവന്റെ അവസാന മിടിപ്പിലേക്ക് കുത്തിയിറക്കപ്പെട്ട ക്രൂരതയുടെ കടാരത്തണുപ്പ്. അടിയേറ്റ് തല തകർന്നും ശരീരമാസകലം മുറിവേറ്റും ചതഞ്ഞും ഞെരിഞ്ഞമർന്നും ചിതറിത്തെറിച്ചത് ജിഷ എന്ന പെൺകുട്ടി മാത്രമല്ല, അയൽമുറ്റത്തെ നിലവിളികൾക്ക് കാതുകൊടുക്കാത്തവരുടെ മനസാക്ഷി കൂടിയാണ്. പലവട്ടം പരാതിപ്പെട്ടിട്ടും ഒരു വിദ്യാർത്ഥിനിയുടെ ജീവന് സംരക്ഷണം കൊടുക്കാത്ത ബധിരകർണങ്ങളുടെ തണലിൽ ഈ നാട് എങ്ങനെ പുലരും? അടിച്ചും കൊന്നും ചാക്കിൽ കെട്ടി കുളത്തിൽ താഴ്ത്തിയും ചുട്ടരിച്ചും പെൺജീവിതങ്ങൾക്ക് ദാരുണാന്ത്യം വിധിക്കുന്നവർക്കെതിരെ നാടുണരണം. പ്രിയപ്പെട്ട സഹോദരി ജിഷയുടെ തുടിക്കുന്ന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. അകലാപ്പുഴയുടെ അരികിൽ നിന്നും തൊട്ട് ഹരിതാപമല നിരയോളമെത്തും പരിതാപമില്ലാത്ത പരിഭവമില്ലാത്ത പേരാമ്പ്രയെന്നൊരു നാടുണ്ട്. പേരാമ്പ്ര ചരിത്രത്തോടൊപ്പം നടന്ന് ചരിത്രമായി തീർന്ന പവിത്ര ഭൂമി. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അനാശാസാഢ്യത്വങ്ങളും അരങ്ങു തകർത്ത പൂർവകാലത്തിൽ നിന്ന് ഇതിഹാസതുല്യമായ പോരാട്ടങ്ങളിലൂടെ വളർന്ന് ഇന്നീ കാണുന്ന പേരാമ്പ്രയായി വികസിച്ചു. ജാതി മത വർഗ ചിന്തകൾക്കപ്പുറം മാനവികതയിലൂന്നിയ വികസന ചരിത്രം സമ്മാനിച്ച, എന്നും ഇടതുപക്ഷ മനസ്സ് കാത്തുസൂക്ഷിച്ച പേരാമ്പ്ര മണ്ഡലം. പേരാമ്പ്രയെന്നൊരു നാടുണ്ട്. പാണ്ടി പിന്നെ മലനിര നിറയും കിഴക്കനെത്തി തെളിനീര് നിറയും പുഴയോരമോടെ പ്രകൃതി രമണീയം പേരാമ്പ്ര നാട്. അതുമൽ തുരുത്താവളപ്പാണ്ടി പിന്നെ മലനിര നിറയും കിഴക്കനെത്തി തെളിനീര് നിറയും പുഴയോരമോടെ പ്രകൃതി രമണീയം പേരാമ്പ്ര നാട്. ജനതീകൾക്കന്ന് ഭൂമിയായെത്തി വികസന ചരിത്രം. കുറ്റാടി പദ്ധതി ആരംഭമായത് റോഡായി പാലമായി നാടു വളർന്നത്. സമ്പൂർണ്ണ സാക്ഷരത സമ്പൂർണ്ണ വൈദ്യുതി നേട്ടങ്ങൾ കൊയ്തതി പേരാമ്പ്ര നാട്. അതുമൽ തുരുത്താവളപ്പാണ്ടി പിന്നെ മലനിര നിറയും കിഴക്കനെത്തി തെളിനീര് നിറയും പുഴയോരമോടെ പ്രകൃതി രമണീയം പേരാമ്പ്ര നാട്. അതുമൽ തുരുത്താവളപ്പാണ്ടി പിന്നെ മലനിര നിറയും കിഴക്കനെത്തി തെളിനീര് നിറയും പുഴയോരമോടെ പ്രകൃതി രമണീയം പേരാമ്പ്ര നാട്. പ്രകൃതി രമണീയം പേരാമ്പ്ര നാട്. പ്രകൃതി രമണീയം പേരാമ്പ്ര നാട്. കുഞ്ഞുകുഞ്ഞിന്റെ പഞ്ചവത്സര മാജിക്കുകളിലേക്ക്. അങ്ങനെ പറയാതെ തന്നെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. ഒരു ലഘുനാടകത്തിന്റെ പരിമിതമായ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല കഴിഞ്ഞ 5 വർഷം കൊണ്ട് അഭിനയ സാമ്രാട്ട് കുഞ്ഞുകുഞ്ഞും സംഘവും ഇവിടെ ആടിത്തിമർത്തത്. നാടിന്റെ നട്ടല് തകർത്ത് തരിപ്പണമാക്കിയത്. അഭിനയത്തിന്റെ സകല എത്തിക്സും കാറ്റിൽ പരത്തിക്കൊണ്ടുള്ള അഭിനയം മലയാളത്തിലെ മഹാനടന്മാര് കണ്ടുപഠിക്കണം. വേണം. മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം ആ കുഞ്ഞുകുഞ്ഞിന്റെ നാട്യത്തിന് മുമ്പിൽ വെറും ശിശു. എൻ്റെ അമ്മോ,
പറയാനുള്ള ഒരു അഭിനയ ചാതുരി. ഇങ്ങനെ സത്യസന്ധമായി കള്ളം പറയാൻ കഴിയുന്ന ഒരു അഭിനവ മൂരാച്ചിയെ മലയാള നാട് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എവിടെ? കണ്ടിട്ടുണ്ടാവില്ല. ഉണ്ടാവില്ല. ഇല്ല, ഉണ്ടാവില്ല. എന്റെ അമ്മോ, കഴിഞ്ഞൊരു വർഷം മാന്യമായി ജീവിക്കുന്ന ഒരു മലയാളിക്കും അമ്മ പെങ്ങന്മാർക്കൊപ്പം കുടുംബസമേതം ടിവിക്ക് മുന്നിലിരിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നോ? അയ്യയ്യേ, ക്ലിഫ് ഹൗസ് നിന്ന് വരുന്ന വാർത്തയ്ക്കൊപ്പം എന്തെങ്കിലും ഒരു കഷ്ണം വരുന്ന പേടിയോടെയല്ലേ നമ്മൾ ഇരുന്നത്? ഓ മതി മതി മതി. കുടുംബത്തിലിരുന്ന് പറയാൻ പറ്റാത്ത വിധം രാഷ്ട്രീയ സദാചാരബോധത്തിന്റെ തുണിയുരിഞ്ഞ് നാറ്റിച്ച് നാറാണക്കല്ലെടുത്ത് എന്നിട്ട് വീണ്ടും ഉളുപ്പില്ലാതെ തുടർഭരണം എന്ന് പറയുന്നത് കേൾക്കുമ്പോ ഉളുപ്പിന് പോലും ഉളുത്ത് കയറില്ലേ കൂട്ടരെ? പിന്നല്ലാതെ. എന്നിട്ടും യൂത്തനും മൂക്കനും ജോപ്പനും കോപ്പനും ഗൺമോനും ഒപ്പം നിന്ന് വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച വോട്ടർമാരെ നോക്കി കൊഞ്ഞനം കുത്തിയ ഈ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന കുഞ്ഞുഞ്ഞിന്റെ ചവിട്ട് നാടകത്തെ കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ച് 16 അടിയന്തരം നടത്തേണ്ട ദിവസം എന്ന് മെയ് 16 മറക്കണ്ട. കുട്ടിയും കോലും കളിക്കല്ലേ, 5 വർഷം സഹിച്ചില്ലേ. കുട്ടിയും കോലും കളിച്ചില്ലേ, 5 വർഷം സഹിച്ചില്ലേ. ഈ UDF ഭരണം നാടിന്റെ ശാപം നാട്ടാരു വെറുത്തില്ലേ. UDF ഭരണം നാടിന്റെ ശാപം നാട്ടാരു വെറുത്തില്ലേ. ഞഞ്ഞ കൊഞ്ഞഞ്ഞ ഞഞ്ഞ കൊഞ്ഞഞ്ഞ ഞഞ്ഞ കൊഞ്ഞഞ്ഞ ഞഞ്ഞ ഭരണം. ഞഞ്ഞ കൊഞ്ഞഞ്ഞ ഞഞ്ഞ കൊഞ്ഞഞ്ഞ ഞഞ്ഞ കൊഞ്ഞഞ്ഞ ഞഞ്ഞ മുഖ്യൻ. കുട്ടിയും കോലും കളിച്ചില്ലേ, 5 വർഷം സഹിച്ചില്ലേ. ഈ UDF ഭരണം നാടിന്റെ ശാപം നാട്ടാരു വെറുത്തില്ലേ. കുട്ടിയും കോലും കളിച്ചില്ലേ, 5 വർഷം സഹിച്ചില്ലേ. ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ചില ദുർമന്ത്രവാദികളെ കുറിച്ച് പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്നാൽ കാണാൻ അവസരമുണ്ടായിട്ടില്ല. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഒരുപാട് ചുട്ടകോഴികളെ പറപ്പിച്ച ഒരു മുഖ്യമന്ത്രി. ക്ഷമിക്കണം, മുഖ്യമാന്ത്രികൻ. അതെ, മുഖ്യമാന്ത്രികൻ. ഏതാരോപണങ്ങളിൽ നിന്നും ഒടിമറിയാൻ കഴിയുന്ന ഒന്നാന്തരം ഒടിയൻ. കുഞ്ഞു മാന്ത്രികന്റെ പഞ്ചവത്സര മാജിക്കുകൾ നമ്മൾ ഒരുപാട് നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ? പിന്നല്ലാതെ. പണിതീരാത്ത റൺവേയിലൂടെ വിമാനമിറക്കുക, പണിതീരാത്ത പാളത്തിലൂടെ തീവണ്ടി ഓടിക്കുക. വെറും തീവണ്ടി അല്ല, മെട്രോ തീവണ്ടി. തെളിവ് സഹിതം ആരോപണമായി വന്നാലോ തെളിവില്ല എന്ന് പറഞ്ഞ് ഒടിമറിയ. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഒടിപറച്ചിലുകൾ നടത്തിയ ഒടിയനെ ജനകീയ വിചാരണ നടത്തുകയാണ് ഇവിടെ. ഞഞ്ഞ കൊഞ്ഞഞ്ഞ ഞഞ്ഞ കൊഞ്ഞഞ്ഞ ഞഞ്ഞ കൊഞ്ഞഞ്ഞ ഞഞ്ഞ ഭരണം. ഞഞ്ഞ കൊഞ്ഞഞ്ഞ ഞഞ്ഞ കൊഞ്ഞഞ്ഞ ഞഞ്ഞ കൊഞ്ഞഞ്ഞ ഞഞ്ഞ മുഖ്യൻ. ഞഞ്ഞ കൊഞ്ഞഞ്ഞ ഞഞ്ഞ കൊഞ്ഞഞ്ഞ ഞഞ്ഞ കൊഞ്ഞഞ്ഞ ഞഞ്ഞ ഭരണം. ഞഞ്ഞ കൊഞ്ഞഞ്ഞ ഞഞ്ഞ. നിക്കി എനിക്ക് വിചാരണ ചെയ്യാൻ വരട്ടെ. നിങ്ങളെ പാട്ടൊക്കെ ഉച്ചാറ സമ്മതിച്ചു. എന്നാലും ഊണ് ഉറക്കും ഇല്ലാണ്ട് ഓടി നടന്ന് ജനസമ്പർക്കം നടത്തുന്ന ഒരാളെ പറ്റി ചുട്ട കൊയിലെ പറപ്പിക്കുന്നു ഒടിയൻ മടിയൻ കൊടിയൻ എന്നൊന്നും പറയരുത്. ഓഹോ, ഒന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ആ തലമുടി ഒന്ന് നേരെ ചൊവ്വയെ വാർന്ന് വെക്കാൻ മൂപ്പർക്ക് നേരമില്ലാന്ന്. ഓരോ വേദിയിൽ ഇത്തിരി നേരം കിട്ടിയാല് തൂക്കലിട്ട കോയിന്റെ ചേൽക്കൊരു ഇരിപ്പുണ്ട്. അല്ലാ, അത് കാണുമ്പോ സോളാറും ബാറും എല്ലാം മറക്കൂന്നേ. സരിതേനെ മറക്കുമല്ലേ? മിണ്ടാട്ടി നിക്കടോ. അല്ല, നിങ്ങളെ മനസ്സിലായില്ലല്ലോ. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേരോ? അതെന്തിനാ? അല്ല, അറിയാൻ വേണ്ടിട്ടാ, പറഞ്ഞോളി. അതെ, അതിപ്പോ നിങ്ങൾ അറിയണ്ട, അതൊരു കുലുമാല് പിടിച്ച പേരാ. അതെന്താ ഇപ്പൊ അങ്ങനെ? നിങ്ങളുടെ പേര് പറയ്. മടിക്കാണ്ട് പറഞ്ഞോളിന്ന്. തീർത്തും പറയാൻ പറ്റൂല. നീ പകുതി പറയാം.
പകുതിയെങ്കിൽ പകുതി അങ്ങ് പറഞ്ഞോട്. അല്ലാണ്ടാ പറയുന്നു ഒന്നുമില്ല, കോയാന്നാ, വെറും കോയ തന്നെ. കോയ കേയൂയല്ലേ, വൈ വൈ വയ്യല്ലേ. അത് ശരി. അതല്ല, എന്തോ മറച്ചു പിടിക്കുന്നുണ്ടല്ലോ അല്ലേ ജോസേട്ടാ? തീർത്ത് പറ. പറയാ. ഇപ്പോ അടുത്ത കാലത്ത് മാറ്റിയതാ. ശരിക്കുള്ള പേര് ബീഫ് കോയാന്നാ. ബീഫോ? ബീഫ് കോയ? ബീഫോ? വല്ല പടച്ച തമ്പുരാനാണ് കേട്ടോ. ഇപ്പൊ ഞമ്മക്ക് ബീഫിന്റെ കച്ചവടം ഇല്ലാന്ന്. നമ്മൾ തിന്നാറുമില്ല, തൊടാറുമില്ല. മനസ്സിലായി? വെറുതെ വർത്താൻ പറയാത്ത. ശരി. അതെന്താ പേടിച്ചിട്ടാ? ഏയ് പേടിയോ എനക്കോ? അത് പള്ളി പറഞ്ഞാ മതി. അത് ശരി. അല്ല പിന്നെന്താ? പേടിയില്ല പിന്നെന്താന്ന്? അല്ല, പേടിച്ചിട്ടാ. ഇപ്പൊ ഞമ്മളെ വീട്ടില് സാമ്പാറും രസവും പുളിക്കരിയും എന്താ കുഞ്ഞേച്ചാക്ക് തോന്നുന്നേ അതാ ഉണ്ടാക്കുന്നത്. അതിലപ്പുറം വേറെ ഭർത്താവില്ല. അത് വിടി. നിങ്ങള് മൂപ്പരിങ്ങനെ ജനകീയ വിചാരണ ചെയ്യരുത്. ആ മനുഷ്യനെ കുറ്റം പറഞ്ഞ പടച്ചോൻ പൊറുക്കൂലാന്നീ. അങ്ങനെ വരട്ടെ. കോയക്കാക്ക് എന്തോ ചില്ലറ കിട്ടിയിട്ടുണ്ട്. അല്ല, ചങ്ക് പറിച്ച് കാണിച്ചങ്ങ് ചെമ്പരത്തിയാന്ന് പറയുന്ന മനുഷ്യന്മാരല്ലേ എന്ത് കിട്ടേ? അല്ല, നിങ്ങൾ ജനസമ്പർക്ക പരിപാടി പോയിനോ? അതിന് പോയിനു, ചില്ലറ കിട്ടുകയും ചെയ്തു. ബാപ്പാന്റെ ചികിത്സക്ക് ഒരു സഹായത്തിന് പോയതാ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്യൂവിൽ നിന്നിട്ടാന്നുണ്ടെങ്കിലും മൂപ്പർക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റി. അപേക്ഷ വാങ്ങി മറച്ചും കൂടി നോക്കാണ്ട് അപ്പൊ തന്നെ ബാപ്പാക്ക് മരുന്ന് വാങ്ങാൻ പൈസയും പാസ്സാക്കി തന്നു. അങ്ങനെ വരട്ടെ. എത്ര കിട്ടി കോയക്ക? അതെന്ത് പറയാനാ, 1.5 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടാവും. അതുറപ്പാ. കിട്ടി. എത്രയാന്നൊക്കെ എന്തിനാ ചോദിക്കുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദിച്ചാ പോരെ. എന്നാലും കോയക്ക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നതല്ലേ, മോശാകാൻ വഴി ഉണ്ടാകില്ല ദോസേ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്ന് നട്ടില്ല നൂട്ടിക്കോളി. എന്നാലും എത്ര കിട്ടിയെന്ന് പറ. അതൊരു കിട്ടല. ആംബുലൻസ് വിളിച്ചാ ഉപ്പാനെ കൊണ്ടുപോയത്. കാരണം എന്താ അറിയോ? ഉപ്പാക്ക് നടന്നൂടാലോ. മനസ്സിലായില്ലേ? ഏക്കലിൻ്റെ അതൊക്കെടാന്നല്ലോ. ആംബുലൻസ് വിളിച്ച് അതിൻ്റെ അകത്ത് എളുകാണ്ട് കൊണ്ടുപോകണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയത്. ഉപ്പാക്കൊരു ശ്വാസം ബലിയുണ്ട്. ഇങ്ങനെ ഒരു ബലിയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ആടെ കൊണ്ടുപോയതിനെല്ലാം കൂടി മരുന്നിൻ്റെ കുളിയൻ്റെ അടക്കോ 4750 ഉറുപ്പ്യ ചെലവായി. അതിനൊരു 3000 ഉറുപ്പ്യ കിട്ടുകയും ചെയ്തിരിക്കും. അപ്പോ 3000 ഉറുപ്പ്യ കോയയും പറ്റി. കോയല്ല നമുക്കേ, നമ്മളെ നികുതി പണാ. എന്റെ കോയക്ക, ഇങ്ങനെ ഒരു 3000 1000 ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാ 10-50 ലക്ഷം ഉറുപ്പ്യ പൊടിച്ച് പന്തലും പരിവാരങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ എഴുന്നള്ളുന്നു. ഒരു പിയൂണോ വില്ലേജ് ഓഫീസറോ ചെയ്യേണ്ട പണിയല്ലേ മുഖ്യമന്ത്രി നേരിട്ട് വന്ന് ചെയ്യുന്നത്. അത് കണ്ടപ്പോ നിങ്ങൾ അതിൽ വീട് പോവുകയും ചെയ്ത്. ഇത് ജനങ്ങളെ ചാക്കിലാക്കി ഖജനാവ് കൊള്ളയടിക്കാനുള്ള പരിപാടിയാ കോയക്ക. ഞമ്മക്കൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾ പറയുന്നത്. വേണ്ട, ഒരു കാര്യം ചെയ്യ്. നിങ്ങളിതാ ആ സീൻ ഒന്ന് കണ്ടു നോക്ക് കോയക്ക. ഒന്ന് കണ്ടു നോക്ക്. പെട്ടെന്ന് തട്ടിപ്പ് മനസ്സിലാവും. അതെ, ഒന്ന് കണ്ടു നോക്ക് കോയക്ക. എന്താണ് ഞാൻ അതെ, ജനവികാരം എതിരാവുന്ന സന്ദർഭങ്ങളിലെല്ലാം ബഹുജനത്തിൽ നിന്ന് ഒളിച്ചോടാൻ കുഞ്ഞു കണ്ടെത്തിയ ചെപ്പടി വിദ്യയാണ് ബഹുജന സമ്പർക്കം എന്ന മഹാദൂർത്ത്. അതെ, ശരിയാക്കാം. CM തിരക്കിലാണ്. നമ്മൾ പറഞ്ഞാൽ കേൾക്കും. നിങ്ങൾ എന്നെ വിശ്വസിക്കൂ. അദ്ദേഹത്തെ നിങ്ങൾക്കറിയാലോ. എന്ത് CCTVയോ? അതൊരു വിഷയമല്ലാന്ന്. ഈ സമയങ്ങളിലൊന്നും CCTV പ്രവർത്തിക്കാതിരിക്കാനുള്ള വിദ്യ CMനറിയാം. സാർ, ശരിയാക്കാം. ഞാൻ റെഡിയാണ് സാർ. ഓക്കെ സാർ. ഇവറ്റുകൾക്കൊന്നും ഉറക്കല്ലേ. ഓ, അടുത്തത് കേന്ദ്രമന്ത്രി.
സാർ, ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലുണ്ടെന്നോ? ഞാൻ അങ്ങോട്ട് വരാം സാർ. ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാം ഒപ്പിച്ചിട്ട് ഒപ്പുവെച്ചതിന് ശേഷമേ ഞാൻ ഇറങ്ങത്തുള്ളൂ. നമ്മുടെ ഡീലിംഗ് ഒക്കെ കറക്റ്റാ. പ്രതിപക്ഷത്തിന് പ്രതിരോധിക്കാൻ ഒരു കച്ചി തുരുമ്പ് പോലും കൊടുക്കരുത്. സാർ പ്രതിപക്ഷം അവര് പ്രതിരോധിക്കട്ടെ. പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന ഏത് വെല്ലുവിളികൾക്കു നേരെയും തെളിവില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, അവര് വിശ്വസിച്ചോളും. സാർ, പൊതുജനം അത്രയ്ക്ക് കഴുതകളാണോ സാർ? അവർക്ക് എന്തെങ്കിലും കിട്ടണം. ദീപസ്തംഭം മഹാശ്വര്യം. നമുക്കും കിട്ടണം പണം, അത്രയേ ഉള്ളൂ. അതിനുവേണ്ടിയല്ലേ ജനസമ്പർക്ക പരിപാടി എന്ന സൂത്രം ഞാൻ നേരിട്ട് ചെന്ന് നടത്തുന്നത്. എന്തിനാ? ജനത്തിന്റെ വിശ്വാസം നേടിയെടുക്കാനാ. പാവങ്ങൾ മരുന്നിനും ചികിത്സയ്ക്കും വീടിനും എന്ന് പറഞ്ഞു വരുമ്പോ ഒരു 10,000 or 1,000 കൊടുത്താൽ അവര് ഹാപ്പിയാ. ഈ ഒരു സൂത്രം ഉപയോഗിച്ച പ്രതിപക്ഷത്തിന്റെ സമരങ്ങളെയൊക്കെ ഞാൻ അതിജീവിച്ചത്. തിരുവനന്തപുരത്ത് കൂലിയും തുറവുമില്ലാത്തൊരു വീട്ടമ്മ, എന്താ അവരുടെ പേര്? സന്ധ്യ സാർ, സന്ധ്യ. സന്ധ്യ പ്രതിപക്ഷ സമരത്തിനിടയ്ക്ക് ഒരു MLA-ക്ക് നേരെ വഴക്കിട്ടു. അത് നമുക്ക് ഉപകാരമായി. നമ്മൾ അവളെ വിളിച്ചു വരുത്തി സ്പോർട്സ് കൗൺസിലിൽ ഒരു ജോലിയും കൊടുത്തു. സാർ, സാറിന്റെ കീറിയ ഷർട്ടും ചീകാത്ത തലമുടിയും നമുക്കിടയിൽ ഒരു പ്ലസ് പോയിന്റാ. സാറിന്റെ ഉറക്കമില്ലായ്മയെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാ. രാത്രി ഉറങ്ങാൻ സമയമില്ലാഞ്ഞിട്ടല്ല. അന്നേരമാണ് ഈ പോപ്സനും സന്തോഷ് സ്വാമിയും എല്ലാം വെറുതെ. അവരെ പിണക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ഉറങ്ങണ്ടെന്ന് വെക്കും. നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ തിരിച്ചും അങ്ങോട്ട് സഹായിക്കണ്ടേ? അതല്ലേ അതിവേഗം ബഹുദൂരം. സാർ, പുതിയ ആരോപണങ്ങൾ വരുന്നുണ്ടല്ലോ. തെളിവുണ്ടോ? തെളിവുണ്ടെന്നാണല്ലോ സാർ പറയുന്നത്. തെളിവുണ്ടെന്നതിന് തെളിവില്ലല്ലോ. സാറ് സംസാരിക്കുന്നതിന്റെ ഓഡിയോ പുറത്തു വന്നല്ലോ. വന്നെങ്കിൽ എന്ത്? അത് ഞാനാണെന്ന് തെളിവില്ലല്ലോ. സാർ, സാക്ഷികളുണ്ടല്ലോ സാർ, അപ്പോൾ എന്ത് ചെയ്യും? സാക്ഷികളാണ് എന്നതിന് തെളിവില്ലല്ലോ. അത് കോടതി പറയട്ടെ. കോടതി കുറ്റക്കാരാണെന്ന് പരാമർശിച്ചാലോ? ഇനിയും കോടതികളുണ്ടല്ലോ. അവിടെയും കുറ്റാരോപിതനായാലോ സാർ? ജനകീയ കോടതിയിൽ പോകും. എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനകീയ കോടതിയും കുറ്റക്കാരനാണെന്ന് വിധിച്ചല്ലോ സാർ. മനസാക്ഷി കോടതിയിലാണ് എനിക്ക് വിശ്വാസം. അപ്പോ പൊതുജനത്തെ മാനിക്കണ്ട എന്നാണോ സാർ? പൊതുജനം ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കട്ടെ. അപ്പോൾ നിയമോ സാർ? നിയമത്തിന്റെ വഴിക്ക് നടക്കും. ഞാൻ എന്റെ വഴിക്ക്. സാർ, ബാർ കോഴ തെളിവില്ലല്ലോ. മനസാക്ഷിക്കും തെളിവില്ലല്ലോ. തെളിവിന് മനസാക്ഷിയില്ലല്ലോ. തെളിവ് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ധൈര്യമായി പണം ഇറക്കിക്കോ. CM ആണ് ഗ്യാരണ്ടി. ഫയൽ മറച്ചു നോക്കുക പോലും ചെയ്തിട്ടില്ല. ശരിയാക്കി പോത്തഞ്ചേട്ടാ, ശരിയാക്കി. 2.5 ഏക്കറിന്റെ പട്ടയത്തിനല്ലേ അപേക്ഷിച്ചത്? 2,900 ഏക്കർ പാസ്സാക്കിയിട്ടുണ്ട്. CM ഫയൽ നോക്കിയിട്ട് പോലുമില്ല. എന്ത്? അത് പറ്റില്ല. പറഞ്ഞ തുക ഇന്ന് തന്നെ ഓഫീസിൽ എത്തിക്കണം. ഞാൻ CM-ന് വാക്ക് കൊടുത്തതാ. നോ, അതിവേഗം. അതെ, CM-ന്റെ ഉറപ്പ് കിട്ടാതെ ഞാൻ പറയോ? ഞാൻ വരും. പ്രബുദ്ധ കേരളത്തിലെ മന്ത്രിയാ. ഓ, ഫയൽ നമ്പർ എത്രയായിരുന്നു? കിട്ടി. സന്തോഷ് സ്വാമിയുടെ 118 ഏക്കർ അനുവദിച്ചിട്ടുണ്ട്. 828 ഫയലാ നമ്മൾ ഒപ്പിടിച്ചത്. പ്രതിപക്ഷം പോകാൻ പറ. സർക്കാർ ഭൂമി അവരുടെ തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ. കേട്ടോ കോയക്ക, പകൽ ജനസമ്പർക്കം എന്ന പേരിൽ ലക്ഷങ്ങൾ ദൂർത്തടിച്ച് ആളുകളെ പറ്റിക്കുക. രാത്രി കോടികളുടെ കോഴക്കരാറിൽ ഒപ്പുവെച്ച് നാടിനെ വിറ്റുമുടിക്കുക. ഉണ്ണാനും ഉറങ്ങാനും നേരമില്ലാത്ത ഈ കുഞ്ഞു പിന്നെ അല്ലാണ്ട്. കേട്ടോ കോയക്ക, ഒരു നാടിന്റെ വനസമ്പത്തും കായലും തൽപര കക്ഷികൾക്ക് എഴുതി കൊടുത്തു എന്ന് കേട്ടപ്പോഴും കൊടും കുറ്റവാളികൾ വരെ ഭരണസിരാ കേന്ദ്രത്തിൽ ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ വിലസിയപ്പോഴും നമുക്ക് കിട്ടിയ ചെറിയ സഹായത്തിന് നന്ദി സൂചകമായി നമ്മൾ മിണ്ടിയില്ല കോയക്ക. കോയക്കയും പൊതുജനത്തെ പാട്ടിലാക്കാനുള്ള ചെപ്പടി വിദ്യയിൽ വീണുപോയി അല്ലേ? നമ്മളങ്ങനെ വീഴ്ചൊന്നുമില്ല.
പക്ഷേങ്കിൽ ആ പെണ്ണ് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ മൂപ്പരെ കുറ്റം പറയരുത്. ഓള് ശരിയല്ല നീ. കോയക്ക, ഓള് ശരിയോ തെറ്റോ അതല്ല ഇവിടുത്തെ പ്രശ്നം. കോയക്ക പറയുന്ന ശരിയല്ലാത്തോള് മുഖ്യമന്ത്രിനെയും മന്ത്രിമാരെയും വെള്ളം കുടിപ്പിച്ചോ? ആ വിഷയം അവള് തന്നെ പറയട്ടെ. വേണ്ട 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 വേണ്ട. ഓള് നാ എടുത്ത കളിത്ര ഓള് പറയൂ. ആ ഓളെനിക്ക് കാണിയും വേണ്ട, ഓള് വർത്താനവും പറയണ്ട. മറ്റേ ഓളെ വർത്താനം എനിക്ക് കേക്കണ്ട. കേക്കണം. എല്ലാരും ചേർന്ന് വെടക്കാക്കിയ പെണ്ണിന്റെ കഥ നമ്മൾ അറിയണം. അവളുടെ കാശും ശരീരവും ആവശ്യത്തിന് ഉപയോഗിച്ചവർക്ക് ഇപ്പോഴും അലക്കി തേച്ച വെള്ളക്കുപ്പായം, പുലരുന്നതുവരെ ഫോൺ ചെയ്ത് ശൃംഖരിച്ച ഭരണപക്ഷത്തെ MLA-മാർക്ക് മാന്യതയുടെ പട്ടുകുപ്പായം, കാര്യം നേടാൻ തന്നെ കാഴ്ചവെച്ച അവൾക്ക് വ്യഭിചാരിണിയുടെ അഴുക്ക് വസ്ത്രം, അതും പവിത്രമായ സംസ്കാരത്തിന്റെ ഈറ്റില്ലമായ ഈ കേരളത്തിൽ. സ്വന്തമായി കാശുണ്ടാക്കാനും ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുമായി വന്ന ഒരു സ്ത്രീ സംരംഭക ചെന്ന് കണ്ടത് മനുഷ്യൻ സ്വത്തിനും ജീവനും സംരക്ഷണവും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുമെന്ന് പ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റവരുടെ അരികിൽ. അവൾ പലരെയും ചെന്ന് കണ്ടു. പക്ഷേ ചിലർക്ക് പണം, മറ്റു ചിലർക്ക് ശരീരം. അവളെല്ലാം കാഴ്ചവെച്ചു. സൂര്യനെ സാക്ഷി നിർത്തി കോടികൾ കൊയ്യാനുള്ള കച്ചവടത്തിലെ കള്ളക്കളി പുറം ലോകം അറിഞ്ഞപ്പോൾ എല്ലാവരും അവളെ തള്ളിപ്പറഞ്ഞു, ജയിലിലടച്ചു. അവൾ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ലോകത്തിന്നുവരെ ഒരു സ്ത്രീക്കും ഒരു ഭരണകൂടത്തെ നോക്കി ഇങ്ങനെ വിളിച്ചു പറയേണ്ടി വന്നിട്ടില്ല. എന്താ കോയക്ക അങ്ങക്കൊരു തരിപ്പ്? ഒന്നുമില്ല. 5 കൊല്ലം ഭരിച്ചിട്ടും അവസാനത്തെ 3.25 മണിക്കൂറിനുള്ളിൽ 822 തീരുമാനങ്ങളാ ക്യാബിനറ്റ് എടുത്തത്. അത് നല്ലതല്ലേന്ന് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? അല്ല കോയക്ക, ഇനി തിരിച്ചു കയറാൻ പറ്റൂലെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ടാ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും സർക്കാർ ഭൂമി വിൽക്കാനും പതിച്ചു നൽകാനും അല്ലാതെ 2016 മാർച്ച് മാസം 1-ാം തീയതി നടന്ന ആ അവസാനത്തെ ക്യാബിനറ്റിൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അതിനാടോ വികസനവും കരുതലും ഒന്നും അറിയാ. 185 ഏക്കർ മെത്രാൻ കായൽ നികത്താൻ അനുമതി കൊടുത്തത് ആരെ വികസിപ്പിക്കാനാ കോയക്ക? ഈ വെള്ളം കെട്ടി നിർത്തിയിട്ട് എന്താണോ കാര്യോ? കറക്റ്റ്. അല്ല കോയക്ക, ഒന്ന് ചോദിച്ചോട്ടെ, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചതിന് ഇപ്പോഴും ജയിലിൽ കഴിയുന്ന സന്തോഷ് മാധവ സ്വാമികൾ അറിയാലോ? ആ സന്തോഷ് മാധവ സ്വാമികൾക്ക് 118 ഏക്കറാ പതിച്ചു കൊടുത്തത്. അല്ല, അത് ആരുടെ കരുതലാ കോയക്ക? ആരുടെ വികസനത്തിന് വേണ്ടിയാ കോയക്ക? നിങ്ങൾ ഇതും പറയൂ, ഇതിലപ്പുറവും പറയൂ. നിങ്ങൾക്ക് എന്താന്ന് പറയുന്നത്? ഞാള് വെറുതെ പറയുന്നതാ. സർക്കാർ ഭൂമിയാണെന്ന് റവന്യൂ സെക്രട്ടറി തന്നെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത കരുണ എസ്റ്റേറ്റിന്റെ കരമടയ്ക്കാൻ സ്വകാര്യ വ്യക്തിക്ക് അനുമതി കൊടുത്തതിൽ എന്ത് വികസനമാ? ആരുടെ കരുതലാ കോയക്ക? ഭൂമിക്ക് നികുതി അടക്കണ്ടേ? അതാരാച്ചാൽ അടച്ചോട്ടെ. നിങ്ങൾക്ക് ആളുകൾ നന്നായി കണ്ടുകൂടാ. അങ്ങനത്തെ മനുഷ്യന്മാരാങ്ങൾ. ആ എന്റെ കോയക്ക, ആളുകൾ നന്നാവുന്നതും ചീത്തയാവുന്നതും അല്ല കോയക്ക പ്രശ്നം. ആളുകളെ നന്നാക്കാനാണല്ലോ മദ്യനിരോധനം കൊണ്ടുവന്നത്. എന്നിട്ട് മദ്യരാജാവായ വിജയ് മല്യയ്ക്ക് 200 കോടി വില വരുന്ന സർക്കാർ ഭൂമി ചുളുവിലയ്ക്ക് വിറ്റു. അതെന്തിനാണെന്നറിയോ കോയക്കറിയോ? മദ്യ ഫാക്ടറി ഉണ്ടാക്കാനാ. അല്ലാ പടച്ച തമ്പുരാനെ, എന്തെന്നായി കേക്കുന്നേ? കോയക്ക ഞെട്ടി. ഞെട്ടി ഞെട്ടി. ഇതിനാ കോയക്ക ചുട്ട കോഴിയെ പറപ്പിക്കാന്ന് പറയാ. ഒരു കൂര വെക്കാൻ 2 സെന്റ് ഭൂമി സ്വന്തമായില്ലാത്ത പാവപ്പെട്ട ഭൂരഹിതരുള്ള നാട്ടിലാ ഭൂമാഫിയായിക്കും വൻകിട കുത്തകൾക്കും ഭൂമി എഴുതി കൊടുത്തത്. അതിനെന്താടോ 957 EMS പാവപ്പെട്ടവന് ഭൂമി കൊടുത്തു. 2016 ഉമ്മൻചാണ്ടി പൈസക്കാർക്ക് ഭൂമി കൊടുത്തു. രണ്ടും ഒരുപ്പരല്ലേ? അതിനെന്താ തെറ്റി? പോലിക്ക് ജീവിക്കണ്ടേ? വേണം ജീവിക്കണം. കോയക്ക, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ജനങ്ങൾ സർക്കാരിനെതിരെ സമരം ചെയ്യും. അതിനെ തടയാനാ ജനസമ്പർക്കം എന്ന ദൂർത്ത് മാമാങ്കം, എളുപ്പത്ത് കക്കാനുള്ള സൂത്രപ്പണി. ഭോജരാജാവായ തമ്പുരാനെ, ഇതെല്ലാം നിങ്ങൾ പറയുന്നത് നേരെ തന്നെ. അല്ലാണ്ട് 1957 മുതൽ EMS, അച്യുതമേനോൻ, നയനാർ, VS തുടങ്ങിയ മനുഷ്യസ്നേഹികൾ നേതൃത്വം നൽകിയ ഇടതുപക്ഷ ഗവൺമെന്റുകൾ കൊണ്ടുവന്ന എല്ലാ നന്മകളും ഇവര് തകർത്ത് തരിപ്പണമാക്കിയില്ലേ? 3000 ഉറുപ്യ ബാപ്പാക്ക് മരുന്നിന് കിട്ടിയപ്പോ നിങ്ങൾ ഹാപ്പി അല്ലേ കോയക്ക? എന്താ ഹാപ്പിയാടോ? 4750 ചെലവാക്കി, അതിന് 3000 ഉറുപ്യ കിട്ടിയേക്ക്. 1750 കട. പിന്നെ എന്താ ഹാപ്പിയാടോ? സത്യം പറഞ്ഞ പുറത്തു പറയാൻ പറ്റാത്തോണ്ടാ പറയാത്തേ. ഓരോന്നോരോന്ന് എടുത്തു നോക്കു കോയക്ക. പൊതുവിതരണം തകർത്തില്ലേ? ആരോഗ്യം, വിദ്യാഭ്യാസം,
ലോകത്തിന് തന്നെ മാതൃകയായിരുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ആന കയറിയ കരിമ്പും തോട്ടം പോലെ ആക്കിയില്ലേ കോയക്ക? യാ റബ്ബേ. വലിയ മാന്യന്മാര്, എന്നാലും കുട്ടികൾക്ക് 4 ലക്ഷം പറഞ്ഞു കൊടുക്കുന്ന ഒരു മാഷ് എന്നുള്ള വിചാരം വേണ്ട ഇവർക്ക്. എങ്ങനെ? അതിന് ഞാൻ അവരോടൊന്നും പറഞ്ഞില്ലല്ലോ. പാഠപുസ്തകം ഞാൻ അടുപ്പിക്കണ്ട്. ഇപ്പൊ നിങ്ങൾ കാണിച്ച ശൗര്യോ ആ വിദ്യാഭ്യാസ മന്ത്രിയോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട് എപ്പോഴേ നന്നായി പോയേനെ. മാഷേ, ഇതെന്ത് കോലായത്? നിങ്ങളെന്താക്കിയതാണോ? ഇതെന്തായതാ നിങ്ങള്? മാഷിനെ നായ കടിച്ചു എന്നാ തോന്നുന്നത്. നായ്ക്ക് കീലും പകുതി വിട്ടാവും. നിങ്ങളൊന്ന് അടങ്ങ് മാഷെ, അടങ്ങ്. എന്താ ഉണ്ടായെന്നൊന്ന് പറ. B.Ed കഴിഞ്ഞ ഒരു അധ്യാപകനല്ലേ ഞാൻ? അല്ലാന്നാരേ പറഞ്ഞിക്കൊന്ന്. നിങ്ങൾ കാര്യം എന്താ വെച്ചാ പറയ്. ഇതെന്തൊരു കോലാങ്ങൾ, ഇതെന്തായത്? ആദ്യം നിങ്ങൾ സമാധാനമായിട്ട് ഒരുത്തേൽ ഇരിക്കി. ഞാൻ ക്ലസ്റ്റർ മീറ്റിംഗ് കഴിഞ്ഞ് 4ാം ക്ലാസ്സിലെയും 5ാം ക്ലാസ്സിലെയും കുട്ടികൾ ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പൊ കഷ്ടകാലത്തിന് 1-2 രക്ഷിതാക്കൾ അതിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഓലിത പണിയായത്? അല്ല, രക്ഷിതാക്കളൊന്നും ചെയ്തിട്ടില്ല. അല്ല, ഓല് ചോദിക്കാണ്ടിരിക്കോ? ഈ സ്കൂൾ തുറന്നിട്ട് ഇത്രയും കാലമായിട്ട് പാഠപുസ്തകം കിട്ടിയില്ലെങ്കിൽ ഏത് രക്ഷിതാക്കളാ ചോദിക്കാണ്ടിരിക്കുക? എന്നാലും എന്റെ രക്ഷിതാക്കൊന്ന് നിയന്ത്രിക്കായിരുന്നു അല്ലേ ജോസേ? എന്താ കോയക്ക? ഇക്കോലത്തിലാക്കണ്ടേനു. വല്ലാത്തൊരു സങ്കടായത്. രക്ഷിതാക്കൾ ഉള്ളത് കൊണ്ടാ ഇക്കോലത്തിലായി കിട്ടി. ഇല്ലെങ്കിൽ തൊടുപുഴയിലെ മാഷ പോലെ കയ്യും തലയും പോലും വെട്ടിയെടുക്കുകയായിരുന്നു. ഒന്നിനും മടിക്കാത്ത കോലം കേട്ട കുറെ ജാതിക്കള് കുറച്ച് ദിവസമായി ഓനെന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ ദിവസം പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ നടന്ന KSTA പൊതുയോഗത്തില് ടീച്ചർമാരെ പച്ചസാരി ഉടുപ്പിച്ചതിനും പാഠപുസ്തകം കിട്ടാത്തതുമൊക്കെ ഞാൻ പ്രസംഗിച്ചിരുന്നു. അതാ ഓല ഇളക്കിയെന്നാ എനിക്ക് തോന്നുന്നത്. എന്നാലും എന്റെ ഭാഷ ഇതൊരു കണ്ണു ചോരയില്ലാത്ത പണിയായിപ്പോയി. അതാ കോയക്ക നമ്മൾ പറഞ്ഞു വന്നത്. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് പാഠപുസ്തകം വേണമെന്ന സാമാന്യ ബോധമെങ്കിലും വേണ്ടേ ഭരണക്കാർക്ക്? 10ാം തരം റിസൾട്ട് ഇൻസ്റ്റാൾമെന്റ് ആയി വന്ന കാലം ഇതിനു മുമ്പ് ഉണ്ടായിനോ കോയക്ക? മഴ നനയാണ്ട് സ്കൂൾ വരാന്തയിൽ കയറിയ നാടിന് ഫുൾ A+ കിട്ടിയ നാട് ഈ കേരളം മാത്രമേ. പടച്ച തമ്പുരാനെ, നമ്മളിപ്പോ ആര് പറയുന്നതാ വിശ്വസിക്കേണ്ടത്? ആര് പറയുന്നതും വിശ്വസിക്കണ്ട, എന്റെ ഗതിയും നോക്കണ്ട. സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക് കോയക്ക. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, പെട്രോൾ ഡീസൽ വില വർധന, ഇതൊക്കെ ഇപ്പൊ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ, ചർച്ചയാക്കുന്നുണ്ടോ? വിലക്കയറ്റൊരു പ്രശ്നമല്ല, അതിനത്രയും കൂലി കിട്ടുന്നുണ്ടല്ലോ. എന്താ കൂലി? ഒരാളെ വിളിച്ച് 10 തെങ്ങുമ്മ കയറ്റിയാല് തെങ്ങും മുറിച്ച് വിറ്റ് തേങ്ങയും വിറ്റാ കൂലി കൊടുക്കാനാവൂ. എന്താ കഥ? ഹലാക്കിന്റെ കൂലിയല്ലേ? കിട്ടുന്ന കൂലി കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത കാലമായത്. കോയക്ക പറഞ്ഞത് ശരിയാ. എന്നാലും കൂലി കുറച്ച് കൂടുതലാ. കൂലി കൂടിയതല്ല രവി, നമ്മുടെ തേങ്ങയ്ക്ക് വില ഇല്ലാണ്ടായതാ പ്രശ്നം. കൊടുക്കുന്ന സാധനങ്ങൾക്ക് വില കിട്ടണ്ടേ മാഷേ? കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില ഇടിഞ്ഞതിന് കർഷക തൊഴിലാളിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കുറ്റല്ലാന്ന്, ഇത് ഉണ്ടാക്കുന്നവൻ എന്തെങ്കിലും കിട്ടണ്ടേ? നമ്മൾ കൊടുക്കുന്നതിന് വിലയില്ല, വാങ്ങുന്നതിനോ തീ വില. എന്നാലോ വിലക്കയറ്റത്തോട് നമ്മൾ പൊരുത്തപ്പെട്ടു കേട്ടോ. വില കൂടുന്നത് നമ്മൾ അന്വേഷിക്കുന്നതേ ഇല്ല. വിലക്കയറ്റം നമുക്കൊരു പ്രശ്നം അല്ലാണ്ടായത് എങ്ങനെയാന്ന് അറിയോ കോയക്കാക്ക്? എങ്ങനെയാ? കോയക്ക ബൈക്കിലല്ലേ മീൻ കച്ചവടം നടത്തുന്നത്? തന്നെ 5 കൊല്ലം മുമ്പ് 1 ലിറ്റർ പെട്രോളിന് എന്തായിരുന്നു വില? ഇപ്പൊ എന്താ വില? അതിപ്പോ ആര് നോക്കുന്നു? നമ്മൾ പമ്പ് ചെന്നാല് 100 റുപ്യക്ക് അടിച്ചോളാൻ പറയും. അതിൻ 100-ന് എത്ര കിട്ടും? അതിപ്പോ ആര് നോക്കുന്നേ? നീ 100-ന് അടിച്ചോളാൻ പറയൂ, നമ്മളിങ്ങ് പോരൂ. അങ്ങനെ പണ്ടൊക്കെ ലിറ്റർ കണക്കായിരുന്നു. ഇപ്പൊ 100, 200 എന്ന് കണക്കാ. 100 റുപ്യക്ക് എത്ര ലിറ്റർ കിട്ടിയെന്ന് നമുക്കറിയില്ല. ലിറ്റർ കണക്കിനാകുമ്പോൾ വിലക്കയറ്റം നമ്മൾ അറിഞ്ഞിരുന്നു. നമ്മുടെ മനസ്സിൽ നിന്ന് അളവ് തൂക്കം പോയതോടെ വിലക്കയറ്റം നമ്മൾ അറിയാണ്ടായി. ശരിയാ, 100 ഉറുപ്പിക്ക് 1 ലിറ്റർ ആയാലും 1/2 ലിറ്റർ ആയാലും 100-ന് അടിച്ചോന്നേ നമ്മൾ നോക്കൂ. പച്ചക്കറി മാർക്കറ്റിൽ പോയാൽ 1.5 കിലോ തക്കാളിക്ക് 50 റുപ്യ. 1 കിലോന്റെ വില പറയില്ല. അതാണ് 1 കിലോന്റെ വില പറയില്ല. 100 റുപ്യക്ക് 3 അയില, 1 അയിലന്റെ വില പറയില്ല. നിങ്ങളിപ്പോ പറഞ്ഞേ വളരെ ശരിയാ. നമ്മളെ മനസ്സിന് അളവ് തൂക്കം വിട്ടതോടെ വിലക്കയറ്റം ഞമ്മക്ക് പിടികിട്ടാണ്ടായി. ഇതൊക്കെ ആരാ കണ്ടുപിടുത്താ പടച്ച തമ്പുരാനെ? പണ്ടൊക്കെ മാവേലി സ്റ്റോറിലെ ക്യൂ കണ്ടപ്പോ ഒടുക്കത്തെ ക്യൂ എന്ന് പറഞ്ഞ് നമ്മൾ പ്രായിട്ടില്ല. ഇതിനാ ഇത്തിരി ക്യൂ നിന്നാലും വിലക്കയറ്റത്തിന് വലിയ ആശ്വാസമുണ്ടായിരുന്നു. ഇപ്പൊ ആകുമ്പോ അഴിക്ക് ഒരു പൂച്ച പോലും പോകുന്നില്ല. ആര് പോയിട്ട് എന്താ? നീ ആടെന്തെങ്കിലും വേണ്ടേ? അതാ കോയക്ക ഞാൻ ചോദിക്കുന്നത്, ഈ പൊതുവിതരണം അട്ടിമറിച്ചത് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാ? ഞാനൊന്ന് ചോദിക്കട്ടെ, മാവേലിയും ത്രിവേണിയും ഓണച്ചന്തയും വിഷുച്ചന്തയും ക്രിസ്മസ് ചന്തയും അടച്ചുപൂട്ടി
ഇതൊക്കെ ആരെ സഹായിക്കാനാ? കരിഞ്ചന്തക്കാരെ മറ്റല്ലാണ്ട് അറിയാ. ആ അങ്ങനെ വരട്ടെ. ഇപ്പൊ കോയക്ക ബൈക്ക് വരുന്നുണ്ട് ജോസേ മാഷേ, ഇപ്പൊ കോയക്ക ബൈക്ക് വരുന്നുണ്ട്. അല്ല, കുട്ടികൾക്ക് പഠിക്കാൻ പാഠപുസ്തകം വേണമെന്ന സാമാന്യ ബോധമില്ലാത്തൊരു വിദ്യാഭ്യാസ മന്ത്രിയെ ഇന്ന് വരെ കേരളം കണ്ടിട്ടുണ്ടോ? നോക്കി, ഇനിയും വിദ്യാഭ്യാസത്തെ പറ്റി നിങ്ങളോട് പറയരുത്, മനസ്സിലാക്കി? അതെന്താ കോയക്ക വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞാല്? അതാണ് അത് കേൾക്കുമ്പോ നമ്മക്ക് പേടിയാ. അതെന്തിനു കോയക്ക? നിങ്ങൾക്ക് എന്റെ ഇടവലത്തുള്ള ഗോപാലിനെ അറിയാവോ? ഞാൾ നല്ല ചങ്ങായിമാരായിട്ട് നടന്നോല. ഗോപാലിനും നാരായണിയും എന്ന് പറഞ്ഞാല് നമ്മളെ കുടുംബത്തിൽ പറഞ്ഞ പോലെയാ. ഘട്ടനിയന്മാരെ പോലെ നടന്ന ഞാളി ഇപ്പൊ കടുത്ത ശത്രുക്കളാ. എല്ലാം ആ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായ അരക്കുരുത്താന്ന്. ഗോപാലിനൂടെ എവിടെയെങ്കിലും ഉണ്ടാവും. വിദ്യാഭ്യാസം ഒന്ന് കേട്ടാ എന്റെ നേരെ അഭ്യാസം എടുക്കുന്നു. അതുകൊണ്ട് വിദ്യാഭ്യാസം മാത്രം പറയണ്ട. നിക്ക് നിക്ക് നിക്ക്, വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞിട്ട് പോയാ മതി. അല്ലാ, ഒരു വർഗീയ കലാപി ഇപ്പൊ ഉറപ്പാ. ബഹളം വെക്കും. ഞാൻ പറഞ്ഞതിന് കോയന്റെ മറുപടി എനിക്ക് കേൾക്കണം. അല്ലാണ്ട് കാപ്പിക്കുഞ്ഞേ, ഇനി അത്ര മൂക്കണ്ട. മുന്നോട്ടേക്കുന്നോ? ഞാനത് പറഞ്ഞോട്ടെ കോയക്ക. അതൊക്കെ പറയുന്നല്ല മാഷേ കേട്ടോ. ഈ നാരായണിയും ഗോപാലിനും എന്ന് പറഞ്ഞാല് ഞാനൊരു ഉമ്മാന്റെ മക്കളെ പോലെ ജീവിച്ചതാ മാഷേ. നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഏവൽ എന്നോട് ചെയ്ത പണി എന്താ നിങ്ങൾ അറിയോ? അറിയില്ലല്ലോ. അത് പണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് പൊറക്കൂല കോയക്ക. ഇപ്പൊ നമ്മള് ശത്രുക്കളാ ശത്രുക്കളാ ശത്രുക്കളാ. ആ ശത്രുക്കൾ തന്നെ ആയിക്കോട്ടെ, ഞാനും അങ്ങനെ കണക്കാക്കുന്നേ. എന്താ കോയക്ക ഇത്? മനസ്സിലായില്ലേ? ഇങ്ങെന്താ ആക്കി വിടുക? പറഞ്ഞോട്ടെ താങ്കിടെ കൊണ്ടാ. നിങ്ങളൊന്ന് അടങ്ങ് കോയക്ക, അടങ്ങ്. നിങ്ങൾ കേൾക്കണം മാഷേ, ഞാൻ ഈ നാരായണിയോടും ഗോപാലിനോടും എന്ത് തെറ്റാ ചെയ്തത്? എന്താ ചെയ്തത്? നിങ്ങൾ രണ്ടാളൊന്നും അടങ്ങി. ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്താ നിങ്ങളെ പ്രശ്നം? അത് പറ കോയക്ക. പറയാനൊന്നുമില്ല മാഷേ. ഒന്നെങ്കിൽ ഇവരെ ഞാള് കൊല്ലും, അല്ലെങ്കിൽ ഞാളെ ഇവൻ കൊല്ലും. നിന്നെ വിലാത്തിയാക്കൂ ഞാൻ. അല്ല ഈ കുട്ടിയാ ഉണ്ടാക്കി എന്റെ കോയക്ക പറഞ്ഞോട്ടെ. നിങ്ങൾ ബഹളം ഉണ്ടാക്കിയാലോ? ഒന്ന് പറഞ്ഞോട്ടെ. മാഷിങ്ങളോട് ചോദിച്ചില്ല എന്താ നിങ്ങളെ പ്രശ്നം ചോദിച്ചില്ലേ? അതൊന്ന് പറ, നല്ല ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും. നിങ്ങൾ ബഹളം ഉണ്ടാക്കിയാലോ? അതാ പറയട്ടെ നിങ്ങൾക്ക്. ഇതൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടാക്കിയ പണിയാ. അയാളെ ഓഫീസിന് ഗംഗ എന്നുള്ള പേര് മാറ്റി ഗ്രേസി എന്നാക്കിയ ദിവസോ ഈ കോവാലിനൊരു മഞ്ഞ തലയെക്കെട്ടും കെട്ടി എന്റെ പയ്യെന്ന വരുത്തുകളാണ് നിങ്ങൾ. അല്ല, ഗംഗയ്ക്ക് എന്താണ് കുറവ്? ഹിന്ദുക്കളുടെ നദിയല്ലേ? അതിന് ഞാൻ എന്താക്കി അതിൻ്റെ അകത്ത് കുളിച്ചിനോ? ആ ഒക്കെ തിരക്കല്ല, ഞാൻ അതിൻ്റെ അകത്ത് കുളിച്ചിനോ? ഇങ്ങളടുത്ത ഫാനില്ലേ ഉഷാഫൻ, അത് ജമീലാന്നാക്കോ? ഇഞ്ചിന്റെ പണിയെടുത്താലേ ഞാൻ എന്താക്കണമെന്ന് എനിക്ക് ഞാൻ നോക്കൂ. ഞാൻ ജമീലാന്നോ കുഞ്ഞായിച്ചാന്നോ എനിക്ക് ഇട്ടുള്ള പേരാക്കും. വലിയ മൂപ്പത്തി ഇങ്ങനെ കാര്യം പറ കോയക്ക. നിങ്ങൾ കാര്യം പറ. ആ ടീച്ചർമാരെ കൊണ്ട് ഈ വിദ്യാഭ്യാസ മന്ത്രി പച്ചത്താരി ഉടുപ്പിക്കാൻ നോക്കിയപ്പോ എവനും എവളും കൂടി എന്നെ പറയാത്ത ചീത്തണ്ടോന്ന് എന്തെങ്കിലും പറയാൻ ബാക്കിക്കോ. അല്ല, ഞാൻ അതിന് ഉത്തരവാദിയാ. ഇന്നെ കൊണ്ട് അധികം ഒന്നും പറയിപ്പിക്കണ്ടേ? ഇങ്ങ് പറഞ്ഞുവിടാനാണെങ്കിൽ ഇങ്ങനെ മുന്നോട്ടേക്ക് കോയക്ക നിങ്ങളൊന്ന് അടങ്ങ് കോയക്ക. നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയ എന്താ വിഷയമൊന്നും ഞാളറിയില്ലല്ലോ. ഞാളൊന്ന് മനസ്സിലാക്കട്ടെ, നാട്ടുകാരൊന്ന് മനസ്സിലാക്കട്ടെ. എന്റെ മാറ്റ നിങ്ങൾ കേൾക്കണോ? ഞാനൊരു മുസ്ലിമാനാന്നു, ഇവരൊരു ഹിന്ദുക്കളാന്നു. അന്നാ ഞമ്മക്ക് തോന്നിയത്. മനസ്സിലായില്ലേ? സ്കൂളിൽ പച്ച ബോർഡാക്കണമെന്ന് പറഞ്ഞപ്പോ യവൻ കോടാലി എടുത്ത് എന്റെ പേരെ വന്നത് ഏത് വരുത്താൻ നിങ്ങളറിയോ? എന്നിട്ട് ആ പെരിയ കലിവൻ വേലി കെട്ടിയില്ലേ വേലി? എന്തൊരു അസൂയായവന്, എന്തൊരു വെറുപ്പായവന്. ഒരു ദിവസം ഇവ എന്നോട് പറയാ, ഇനി ബീഫ് കച്ചവടം ചെയ്താൽ അന്റെ കഴുത്തറത്ത് ഞാൻ തെങ്ങിന്റെ ഹോട്ടലിടുന്നു. അല്ല, ഇവ പറയാ എന്നോട്. പറഞ്ഞു തന്നെയാ. നിങ്ങൾ പയ്യനെ കൊല്ലോ, കൊന്ന വിവരം അറിയും. പേടിച്ചിട്ടല്ല മാറ്റേ കേട്ടോ. ഞാൻ ആ കച്ചവടം നിർത്തിയതാ, അത് വേണ്ടാന്ന് വെച്ചതാ. എന്നിട്ട് ഇപ്പൊ മുന്നോട്ട് വെക്കുന്നു. കേട്ടിക്കോ, ഇപ്പൊ കൊത്തമ്പാരി അരച്ചിമ്മളിയാണോ എന്തെങ്കിലും ഒന്നൊന്നും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രണ്ടും കൂടി മണം ഭരിച്ച് നടക്കാൻ വയ്യപ്പുറത്തൂടെ ബീഫ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എന്നോട് പറയിപ്പിക്കണ്ട. നോക്കും, ഞങ്ങൾ ഇനിയും നോക്കും. പശു അമ്മയാണ്, ഗോമാതാവാണ്. ആ മൂരിക്കുട്ട ഇന്റെ വാപ്പയാണ്, ഓരാരാണിയായിരുന്നു. ഇനി എത്ര പ്രാവശ്യം ഇന്റെ പോലെ നീ ബീഫ് നിന്നിക്ക് പറഞ്ഞിന്റെ മോളെ നീ ഇവൻ വർത്താനം പറയാ ഊളുപ്പില്ലാണ്ട്. എന്നാൽ എന്റെ കോയക്ക തിന്നേനിങ്ങനെ പീറ പറയാതെ. പീറ പറഞ്ഞതല്ലോ, സങ്കടം കൊണ്ടാ. ഓണത്തിനും വിഷുവിനും ഞാൻ എവിടെയാൾ പോയിട്ട് ആടയുണ്ടായാലും ബീഫ്, നോമ്പിനും പെരുന്നാളിനും ഇവർ ഇമ്മളയാൾ വന്നിക്ക് ആടയുണ്ടായാലും ബീഫ്. അതൊക്കെ ഞാൻ തിന്ന എങ്ങനാ? അത് മറന്നു പോർത്ത്. അന്നൊന്നും ഇല്ലാത്ത ഒരു വിചാരം ഇവൾക്ക് വന്ന എങ്ങനെയാ? ഒരു വലിയ വികാരം വന്ന എങ്ങനെയാന്ന്? അത് പണ്ട്.
ഇനിയും മേഘോദര സഹോദരന്മാരാണെന്ന് വിചാരിച്ച് ജീവിക്കാൻ പറ്റൂല. ഇനി മുസൽമാനാ, ഞാൻ ഹിന്ദു. ബീഫ് തിന്നണെങ്കിലേ അങ്ങ് പാകിസ്ഥാനിൽ പോണോ? അത് വല്ലാണ്ട് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഇത് ഞമ്മളെ മണ്ണ, നമ്മൾ ജനിച്ച മണ്ണിൽ തന്നെ ജീവിക്കും. മനസ്സിലാക്കി നിങ്ങൾ വേണേ പാകിസ്ഥാനിലോ ഏത് ബിലാത്തി പോയാലേ നിർത്ത് കോയക്ക, നിർത്ത്. നിർത്ത് കോയക്ക, നിർത്ത് നാരായണി. നമുക്കിടയിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കിയവരെ നാട്ടിൽ നിന്ന് നമുക്ക് തൂത്തറിയണ്ടേ? ഇത് കോയയും ഗോപാലനും ജോസഫൊക്കെ ഒരുമയോടെ ജീവിക്കുന്ന നാടാ. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മളെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ തമ്മിലടുപ്പിച്ച് അധികാരം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നവരെ നമ്മൾ തിരിച്ചറിയണം കോയക്ക. അഴിമതിക്കും കോഴയ്ക്കും വർഗീയതയ്ക്കും എതിരായിരിക്കണം കോയക്ക. നാരായണിയെ ഇനിയുള്ള നാളുകൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞവരെ ഒരു ജാതിയുടെയും മതത്തിന്റെയും ദൈവമാക്കി, ഒരു മതത്തിന്റെ മാത്രം ആത്മീയ ഗുരുവാക്കി ശ്രീനാരായണ ഗുരുദേവനെ കൊണ്ട് രാഷ്ട്രീയ കച്ചവടത്തിനിറങ്ങിയവരെ നമുക്ക് ഒറ്റപ്പെടുത്തണ്ടേ നാരായണിയെ? ഒറ്റപ്പെടുത്തണ്ടേ കോയക്ക? വേണം മാഷേ. എമ്മി മാടമ്പി നാടുവാഴി വർഗത്തിനെതിരെ പോരാടി മരിച്ച TKK ഹാജിയുടെയും K ചോയിയുടെയും മണ്ണാവേരാമ്പ്ര വർഗീയ ഫാസിസ്റ്റ് കാട്ടുകള്ളന്മാരെ നമ്മൾ പൊറപ്പിക്കൂല. അതാ കോയക്ക പറഞ്ഞത്. അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തുന്ന സമര നായകന്മാരുടെ പ്രസ്ഥാനത്തിൽ മാത്രമേ ഈ നാടിനെ രക്ഷിക്കാനാവൂ. മതത്തിന്റെയും ജാതിയുടെയും ചേരിതിരിവില്ലാത്ത ലോകത്ത് മാത്രമേ സമാധാനപൂർണമായ ജീവിതം സാധ്യമാവൂ. അതുണ്ടാവോ? ആളുകളെ ജാതിന്റെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്കെടുക്കുന്ന രാജ്യത്ത് മതേതരത്വം ഉണ്ടാവോ? ഉണ്ടാകും, ഉണ്ടാകണം, ഉണ്ടായിരിക്കണം. കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചു പിടിക്കണം നമുക്ക്. അതിന് മതത്തിനും ജാതിക്കും അപ്പുറം മനുഷ്യനെ സ്നേഹിക്കുന്ന ഇടതുപക്ഷം അധികാരത്തിൽ വരണം. വരും, ഇടതുപക്ഷം വരും, എല്ലാം ശരിയാകും. വരും, ഇടതുപക്ഷം വരും, എല്ലാം ശരിയാകും. വരും, ഇടതുപക്ഷം വരും, എല്ലാം ശരിയാകും. പേരാമ്പ്രനാടിൻ അഭിമാനമായി പോരാട്ട നായകൻ TP എത്തുന്നു. നാടിനെ എന്നും മുന്നിൽ നയിച്ചവൻ സഖാവ് TP, നാടിന്റെ സ്വന്തം. നേരിന്റെ നേർവഴികൾ പോരാട്ട കനൽ വഴികൾ പതറാതെ മുന്നേറി വന്നവൻ TP. നേരിന്റെ നേർവഴികൾ പോരാട്ട കനൽ വഴികൾ പതറാതെ മുന്നേറി വന്നവൻ TP. വികസന പന്ഥാവൊരുക്കിയെത്തുന്നു ഇടതുപക്ഷത്തിൻ കരുത്തനാം TP. പേരാമ്പ്രനാടിൻ അഭിമാനമായി പോരാട്ട നായകൻ TP എത്തുന്നു. നാടിനെ എന്നും മുന്നിൽ നയിച്ചവൻ സഖാവ് TP, നാടിന്റെ സ്വന്തം. നേരിന്റെ നേർവഴികൾ പോരാട്ട കനൽ വഴികൾ പതറാ